വിശുദ്ധ ഖുർആനിൽ 5 ആയത്ത് ഉൾക്കൊണ്ട 104-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഫീൽ. ഫീൽ എന്ന് പറഞ്ഞാൽ ആന എന്നാണ്. ആനയുടെ പേരിൽ ഒരു അധ്യായം, ചെറിയ അധ്യായമാണ്. എന്നാൽ പശു എന്ന അധ്യായം ആന എന്ന അധ്യായത്തെക്കാൾ വലിയ അധ്യായമാണ്. അപ്പോ സാധനത്തിന്റെ വലിപ്പം അനുസരിച്ചുകൊണ്ടല്ല അധ്യായത്തിന്റെ നീളം എന്ന് മനസ്സിലായി. സൂറത്തുൻ നംല്, ഉറുമ്പിന്റെ പേരിൽ ഒരു സൂറത്തുണ്ട്. ഉറുമ്പ് മുതൽ ആന വരെയുള്ള സൃഷ്ടി പ്രതിഭാസങ്ങളെല്ലാം അള്ളാഹു ഖുർആനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈച്ചയെ കൊണ്ടുവന്നിട്ടുണ്ട്, കൊതുകിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ചെലന്തിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട്. ഇതിന്റെ പേരെന്ന ആന എന്നാണ്, സൂറത്തുൽ ഫീൽ. മഹാനരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെടുത്തിയ അത്ഭുതങ്ങളിൽ മഹാന്മാരിൽ ചിലർ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അറബികൾ ഇതിനു മുമ്പ് കാലഘടന പരിഗണിച്ചിരുന്നത് ഖുസൈ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. അത് ഖുസൈന്റെ മരണത്തിന്റെ ഇത്രാം ദിവസം, അല്ലെങ്കിൽ ഖുസൈ മരിച്ച് ഇത്രാം മാസം എന്നൊക്കെ ആയിരുന്നു അവരുടെ എല്ലാ വിലയിരുത്തലും. എന്നാൽ ആനക്കലഹം സംഭവിച്ചോടുകൂടി അവരുടെ കാലഗണന ഈ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയായി. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഖുസൈന്റെ മരണത്തിന്റെ ഇത്രാം ദിവസമായിരുന്നു, ഇത്രാം മാസമായിരുന്നു എന്നാണ് പറയാ. പക്ഷെ ഇതോടുകൂടി ആനക്കലഹത്തിന്റെ 56-ാം ദിവസം, 57-ാം ദിവസം എന്നൊക്കെ പറയാൻ പറ്റി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിനൊരു സംഭവത്തെ സാക്ഷിയാക്കാൻ അള്ളാഹു ചെയ്ത മക്കക്കാർക്ക് സ്പെഷ്യലായിട്ടുള്ള വലിയൊരു സഹായ സംഭവമാണ് ഇത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തേത് അലം തറ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. നേരെ അർത്ഥം നിങ്ങൾ കണ്ടീലേന്നാണ്. സാമാന്യ ബുദ്ധിയിൽ അസ്വാഭാവിക സംഭവങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ നേരിട്ട് കാണുന്നതിനാണ് അലം തറ എന്ന് പറയാം. നിങ്ങൾ കണ്ടീല്ലേ. സ്വാഭാവികമായി ആമിനാബിയുടെ ഉദരത്തിൽ കഴിയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ വരാത്തോണ്ട് കണ്ടു എന്ന് ലാഹിറിൽ നമുക്ക് പറയാൻ കഴിയില്ല. എന്നാ പിന്നെ എന്താണ് അങ്ങനെ കണ്ടില്ലേ എന്ന് ചോദിച്ചത്? അലം തറ, നിങ്ങൾ കണ്ടില്ലേ? കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതുപോലെ പ്രചാരമുള്ള, നിഷേധിക്കാൻ സ്പേസ് ഇല്ലാത്ത തവാത്തുറായി വന്ന വിഷയമാണത്. അതുകൊണ്ടാണ്. ഉദാഹരണം, വയനാട്ടിലൊരു ഉരുൾപൊട്ടലുണ്ടായി, നൂറ്റിക്കണക്കിന് ആളുകൾ മരിച്ചുപോയി. കുറെ ആളുകൾ ഇപ്പോഴും കബറിന്റെ അടിയിൽ പോലും അല്ലാതെ മണ്ണിന്റെ അടിയിലാണെന്ന് മലയാളികൾ മുഴുവനും തൊണ്ട തൊടാതെ വിശ്വസിച്ച് അത് തുറന്ന് പറയുന്ന ആളുകളാണ്. ഈ സമയത്ത് ഒരാള് അങ്ങനെ നടന്നിട്ടൊന്നുമില്ല, അന്ന് വെറുതെ ഒരു കുലുക്കം കുലുങ്ങിയാണ്, ആൾക്കാർ മരിച്ചില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞവൻ ആരും വെറുതെ വിടൂല. കാരണം എന്തുകൊണ്ട്? അലം തറ എന്ന് പറയാൻ പറ്റുന്ന പരുവത്തിലാണ് അതുള്ളത്. അത്ര പ്രചാരമുള്ള, തവാത്തുറായി ഒരുപാട് ആളുകൾക്ക് ബോധ്യമുള്ള, അനുഭവസ്ഥരായ ഒരുപാട് ആളുകൾ ജീവിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മളിൽ പല ആളുകൾ അവിടെ പോയിട്ടില്ല, ആ സ്ഥലം കണ്ടിട്ടില്ല. നമ്മൾ വീട്ടിലിരുന്നിട്ട് കാണുകയാണ് ചെയ്തത്. എന്നാലും നമുക്ക് അശേഷം സംശയം ആ വിഷയത്തിലില്ല. അങ്ങനത്തെ സ്ഥലങ്ങളിൽ അലം തറ എന്നാണ് ഉപയോഗിക്കുക. കാരണം തവാത്തുറായി നിഷേധിക്കാൻ കഴിയാത്ത വിധം സ്ഥിരപ്പെട്ട, അറിയപ്പെട്ട വിഷയങ്ങൾക്ക് അലം തറ എന്ന് പറയാം. അപ്പൊ അത്രയും പ്രചാരണമുള്ള, അത്രയും നിഷേധിക്കാൻ കഴിയാത്ത, അത്രയും എല്ലാവരും ഓർത്തെടുക്കുന്ന, പറയുന്ന, പ്രചരിപ്പിക്കുന്ന സംഗതിയാണെന്ന് ആനക്കലഹം എന്ന് ഈ അലം തറ എന്ന വാക്കുകൊണ്ട് മനസ്സിലായി. രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം, അന്നെങ്ങാനും കാബൻ തകർത്തിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം എങ്ങനെ പറയാ? നമ്മളാ കാബൻ പൊളിച്ചില്ലേ, അതിന്റെ 56-ാം ദിവസം എന്ന് പറയും. ഒരു സുഖമില്ല പ്രചരണം. ആ കാബൻ പൊളിച്ചതിന്റെ 56-ാമത്തെ ദിവസമാണ് മുഹമ്മദ് നബി ജനിച്ചതെന്ന് പറയുമ്പോ ഇത് ഏച്ചൂട്ടാൻ തീരെ ഒരു സുഖമില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിന് വിഘാതം സൃഷ്ടിക്കുന്നൊരു പ്രചരണമാവും. അപ്പൊ അത് പാടില്ല. പിന്നെന്തായി? ആനപ്പട വന്നിട്ട് കാബൻ പൊളിക്കാൻ നിന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അദാബിൽ മുക്കിക്കൊന്ന ആ സംഭവല്ലേ, അതിന് ശേഷം നിങ്ങോട്ട് പറയുമ്പോ ഇതും ഹബീബിന്റെ മദ്ഹായിട്ട് മാറുക. മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ്, വിഷയത്തിലേക്ക് നമുക്ക് നടക്കാം. ആദ്യത്തിന് കളവൊരുക്കാണ്. നാലാമത്തെ പോയിന്റ്,
ഇത് അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്ന് കൃത്യമായി നിഷ്പക്ഷമതികൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സംഭവമാണ്. മറ്റേതും സാംക്രമിക രോഗങ്ങളാണ്, അത് മാറാവ്യാധിയല്ല, അതൊക്കെ ഇപ്പൊ അതാവാ. അത് കൊറോണ അല്ലേ, അതിനിപ്പോ അള്ളാന്റെ അതാബ് എന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ജനങ്ങൾ ഒഴിഞ്ഞു മാറും. അപ്പൊ പ്രകൃതി ദുരന്തം ഉണ്ടായാലോ, അത് ഈ മലകളുടെ പ്രശ്നം കാണത്താൽ കോറി കൂടിയപ്പോ ആ മല ഒന്നാണ്ട് കുലുങ്ങിയതല്ലേ, അതിന് അള്ളാന്റെ അതാബ് എന്ന് പറയാ. ഇപ്പൊ അടുത്ത് നടന്ന ഏത് അതാബുകളും അത് നിരീശ്വരവാദികൾക്ക് സ്വാഭാവിക കാര്യമായിട്ട് അവതരിപ്പിക്കുക അതാബല്ല എന്ന് പറയാ. കാരണം എന്തുകൊണ്ട്? പാറയെ കുറിച്ച് പഠിച്ചാൽ, മലകളെ കുറിച്ച് പഠിച്ചാൽ, മരങ്ങളെ കുറിച്ച് പഠിച്ചാൽ, കൊതുകളെ കുറിച്ച് പഠിച്ചാൽ, മഴവെള്ളത്തെ കുറിച്ച് പഠിച്ചാൽ, അല്ലെങ്കിൽ അസണ്ടകളെ കുറിച്ച് പഠിച്ചാൽ, അശുദ്ധിയെ കുറിച്ച് പഠിച്ചാൽ, വൃത്തികേടുകളെ കുറിച്ച് പഠിച്ചാൽ, അതിൽ നിന്നൊക്കെ ഉടലെടുത്ത സ്വാഭാവികമായ പ്രകൃതി പ്രതിഭാസം, അതിന്റെ പിറകിലൊരു പടച്ചോനൊന്നുമില്ല എന്ന് ആർക്കും പറയാം. വയനാട് ദുരന്തത്തെ കുറിച്ച് അങ്ങനെ വിലയിരുത്തിയ ആളുകളില്ലേ? അള്ളാന്റെ നിഷേധികള് ഞാനത് അതാബാണെന്ന് മാത്രല്ല പറയണത്. അങ്ങനെ അതാബും അല്ല റഹ്മത്തും അല്ല, അതിന്റെ ബാക്കിലൊരു പടച്ചോനും ഇല്ല. പിന്നെ അത് ജനങ്ങൾ പ്രകൃതിയായിട്ട് കളിച്ചപ്പോൾ പ്രകൃതി കാണിച്ചു. ആ ഭൂമി എന്നാണ് കുലുങ്ങി, അതിനിപ്പോ പടച്ചോൻ വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന ആളുകളുണ്ടോ? അപ്പോഴോ അതിന്റെ മുമ്പുള്ള കൊറോണ എന്നുള്ളൊരു വൈറസ് അല്ലേ, അപ്പൊ അതിന് പടച്ചോൻ വേണോ? വൈറസുകൾ ഉണ്ടാവൂലേ? പക്ഷെ ഇതങ്ങനെ ചോദിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? ഇത് കടലിൽ നിന്ന് വന്നത് കൊറോണ അല്ല, വൈറസ് അല്ല, പക്ഷികളാണ്. കടലിൽ നിന്ന് അന്ന് വരെ കാണാത്ത ഒരു വിഭാഗം പക്ഷികൾ വരിക, ആ പക്ഷികളുടെ കാലിന്റെ ഇടയിലും ചുണ്ടിലും ചെറിയ കല്ലുകൾ, തീജ്വാലയുടെ ചൂടുള്ള കല്ലുകൾ പിടിക്കുക, എന്നിട്ട് ആ കല്ലുകൾ ഇട്ട സ്ഥലങ്ങളിലുള്ള ആളുകൾ മരിക്കുക. പല കല്ലുകളിലും ആരെയാണോ ഉന്നം വെച്ചത് അവരുടെ പേര് കാണുക. ഇതൊക്കെ പ്രകൃതിയുടെ സ്വാഭാവിക പ്രതിഭാസമാണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞോനെ തീരെ അന്നല്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഒരു പ്രതിഭാസമല്ലല്ലോ. കാരണം കടലിൽ നിന്ന് വരികയാണെങ്കിൽ മത്സ്യങ്ങളെ വരിക, പക്ഷികൾ വരൂല. ഇനി പക്ഷികൾ വരികയാണെങ്കിൽ തന്നെ ഈ പക്ഷികളെ നേരത്തെ അവർക്ക് കണ്ടു പരിചയം ഉണ്ടാവും. ഇനി അങ്ങനെ കണ്ടു പരിചയമില്ലാത്ത പക്ഷികൾ വരികയാണെങ്കിൽ തന്നെ ചുണ്ടിൽ കല്ലുണ്ടാവും എന്നുള്ളത് പക്ഷി കല്ല് കൊണ്ടു കൊടുക്കുന്ന ഒരു ജീവിയല്ല. അപ്പൊ അതുകൊണ്ട് എങ്ങനെ വിലയിരുത്തിയാലും ഇതിന്റെ പിറകിൽ അള്ളാഹുവിന്റെ ഒരു ഇടപെടലാണ് എന്ന് കൃത്യമായി ഏതൊരാൾക്കും സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പരുവത്തിലാണ് ഇത് സംഭവിച്ചത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹു ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ നബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ഈ ഒറ്റ സംഭവം മാത്രമേ അതിലുള്ളൂ, വേറൊരു സംഭവം ഇല്ല. പക്ഷെ അതിലൊരുപാട് സൂചനകളുണ്ട്. അതിന്റെ ആമുഖമായി ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 4 വിഷയമാണ് ഞാൻ നിങ്ങളോട് വളരെ സംക്ഷിപ്തമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഉണർത്തിയത്. ഇൻഷാ അല്ലാഹ് ആയത്തിന്റെ അർത്ഥതലങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم انصر أمة سيدنا محمد ورحمة سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبيه. واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن مات منا لمن دفنوا حول هذا المسجد وفي هذه البلدة ولجميع المؤمنين والمؤمنات. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉസ്താദന്മാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, കൂടെ പഠിച്ചവർ പലരും ഖബറിലാ പുറത്തു കൊടുക്കണേ അല്ലാ, പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ളവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഞങ്ങൾക്ക് നീ മണ്ണറ മണിയറയാക്കി തരണേ അല്ലാ, കൽബിനെ ശുദ്ധിയാക്കണേ അല്ലാ, ശരീരത്തിന് ആരോഗ്യം നൽകണേ അല്ലാ, സമ്പത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, സന്താനങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, സമയങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ഇരുത്തനിന്റെ പൊരുത്തത്തിന്
ആക്കി തരണേ അല്ലാ. ഞങ്ങളെ ഹൃദയത്തിൽ മാരിഫത്ത് നൽകണേ അല്ലാ, മഹബത്ത് നൽകണേ അല്ലാ, യഖീന് നൽകണേ അല്ലാ, കാമിലായ ഇഖ്ലാസ് നൽകണേ അല്ലാ, ഇഹ്സാൻ നൽകണേ അല്ലാ. അല്ലാഹുവേ മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ, മുത്തഖീങ്ങൾക്ക് ഇമാമിയങ്ങളാക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബത്തെ തലമുറയെ ഒരാളെയും രിദ്ദത്തിന്റെ ശിർക്കിന്റെ കുഫറിന്റെ കണിയിൽ പെടുത്തല്ലേ അല്ലാ, സംശയങ്ങളിൽ പെടുത്തല്ല അല്ലാ, വസ്വാസുകളിൽ പെടുത്തല്ല അല്ലാ. കച്ചവടത്തിലും തൊഴിലിലും പദ്ധതിയിലും യാത്രയിലും ജീവിതത്തിലും നീയത്തിലും കരുത്തിലും പ്രവർത്തനങ്ങളിലും ജീവിതം മുഴുവനും ബർക്കത്ത് കൊണ്ട് നിയന്ത്രിക്കണേ അല്ലാ, റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ലാ, അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാ. ഇന്നലെ വാതിന് പോയപ്പോൾ അവിടുന്ന് പ്രഗത്ഭനായ സുഹൃത്ത് മരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച നാസ്താക്കി പള്ളിക്ക് പോകാൻ കുളിക്കണതിന് മുമ്പ് നഖം വെട്ടുന്ന സമയത്ത് നഖം വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അറിയപ്പെട്ട ഒരു മുതലാളി മരിച്ചത്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ നീ സന്തോഷമായി കൊടുക്കണേ അല്ലാ. ഒരുക്കമില്ലാത്ത അപകട മരണങ്ങളിൽ നിന്ന് പാവങ്ങളായ അടിയങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ സദസ്സ് കബൂലാക്കണേ അല്ലാ. കടലിലും കരയിലും അധ്വാനിക്കുന്നവരോട് ബർക്കത്ത് നൽകണേ അല്ലാ, സുരക്ഷിതത്വം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, സഹായം നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.